See, vaccine, in everybody has got a tendency to blame the treatment delivered by the society rather than the disease itself. ഇപ്പോൾ നമ്മൾ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ വാക്സിനേഷൻ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. And if a person dies after vaccination, they will blame the vaccine. They will not blame the cancer if you develop a cancer, because cancer happens spontaneously. Likewise, COVID. ഈ നമ്മൾ പറയുന്ന ലോകത്തിലെ എല്ലാവർക്കും കോവിഡ് വന്നിട്ടുണ്ട്, 99%. Some of them is not diagnosed to have COVID, but they would have come either in a mild form or anything. So അങ്ങനെ വന്ന ഒരു അസുഖത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുമ്പോൾ why should we blame the vaccine for that? വാക്സിൻ എല്ലാവരും എടുത്തിട്ടില്ല. വാക്സിൻ എടുത്തേക്കുന്നവർക്ക് മാത്രമല്ല ഇത് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ദിസ് ഈസ് റിലേറ്റഡ് ടു കോവിഡ് rather than related to the vaccine. That is what I tell all the people. COVID has really made the human race a different structurally. അതായത് കോവിഡ് നമുക്ക് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നിരുന്നാലും ഇറ്റ് ഈസ് പ്രൂവ്ഡ് ടു പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഇൻ ദ ഹ്യൂമൻ ബോഡി, എസ്പെഷ്യലി ഓൺ ദ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഈ ഹാർട്ട് ഡിസീസ് തുടങ്ങുന്നത് പലപ്പോഴും ഇൻഫെക്ഷൻസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള പണ്ട് മുതലേ നമുക്ക് ഒത്തിരി എവിഡൻസ് ഉണ്ട്. ആൻഡ് ഇൻഫെക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഇൻഫ്ലമേഷൻ ഓൺ ദ ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ബ്ലഡ് വെസൽ. ആ ഇൻഫ്ലമേഷൻ ക്യാൻ ഗ്രാജുവലി എൻഡ് അപ്പ് ഇൻ എ സ്മോൾ അൾസർ ഓൺ വിച്ച് ദ ഡിസീസ് ക്യാൻ ഹാപ്പൻ. അതാണ് ഈ കോവിഡ് വന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കോവിഡ് സ്ട്രോങ് ആയിട്ട് വന്ന ആളുകൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ഡോക്യുമെൻറ്റഡാണ്. That is not because of the vaccine, it is because of the COVID infection per se producing lot of changes in the human arterial system in the form of inflammation. അപ്പോൾ അങ്ങനത്തെയുള്ള അതാണ് ഈ യങ്ങർ ഏജിലും സൊസൈറ്റിയിലും ഹാർട്ട് ഡിസീസിൻ്റെ ഇൻസിഡൻസ് കൂടാനുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് സ്റ്റഡീസ് ബിക്കോസ് ഇറ്റ് ഈസ് സച്ച് എ ബ്രോഡ് ടോപ്പിക്. Millions of people have been involved with this disease, and it's very difficult to study individuals who had COVID and who doesn't have COVID. ഇങ്ങർക്ക് കോവിഡ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് അയാളെ നോൺ കോവിഡ് സ്റ്റഡി ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. കാരണം ഹി പ്രോബ്ലി വുഡ് നോട്ട് ഹാവ് ടെസ്റ്റഡ് പോസിറ്റീവ്, ബട്ട് ഹി വുഡ് ഹാവ് ഹാഡ് എ കോവിഡ്. അധികം സ്ട്രെയിൻ ഈ ജിമ്മിലൊക്കെ എന്താണ് അതിനകത്തൊരു സൊല്യൂഷൻസ്? ഒരു ആയാസ് കൂടുതൽ ഇത് എടുക്കരുത് എന്നുള്ളതാണോ? അല്ലല്ല, അങ്ങനെ എക്സസൈസ് ഈസ് വൺ ഓഫ് the best lifestyle modification the human race can have. There is a lot of scientific data to say that exercise save lives and prevent diseases or prolong the onset of disease. അതുകൊണ്ട് എക്സസൈസിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഇതുണ്ടാകാൻ പാടില്ല. പക്ഷേ then who and what exercise they do and at what time of their life. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ജിമ്മിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ എക്സസൈസിനിടയ്ക്ക് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യങ്ങർ പീപ്പിൾ ഓൾസോ, ആൻഡ് മേ ബി യങ്ങർ പീപ്പിൾ മോർ ദാൻ ദ എൽഡർലി പീപ്പിൾ. ഇവരാണല്ലോ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പെട്ടെന്നൊരു സഡൻ ഡെത്ത് ഉണ്ടാകാനുള്ള പല കാരണങ്ങൾ നമ്മൾ തന്നെ അറിയാതെ പോവുകയാണ്. ഇതിപ്പോൾ ഈ ഒത്തിരി യങ് ഏജിൽ ഒത്തിരി ഓവർ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഹാർട്ട് മസിൽസ് ബിക്കം ഹാർഡർ. ഹൈപ്പർട്രോഫി എന്ന് പറയും. ഹൈപ്പർട്രോഫി വന്നു കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് മസിൽ ഇത്ര ഉണ്ടാകുന്ന മസിൽ ഇത്രയാവും. അപ്പം അത്രയും മസിൽസിന് ബ്ലഡ് കിട്ടണം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നോർമലി നമ്മുടെ ഹാർട്ട് മസിൽസിന് 1 മിനിറ്റിൽ കിട്ടുന്ന 500 ml ബ്ലഡാണ്. 1 മിനിറ്റിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് കിട്ടുന്ന ബ്ലഡ് എന്ന് പറയുന്നത് 500 ml. ടോട്ടൽ നമ്മുടെ ശരീരത്തിലുള്ളത് 5 ലിറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ 10% blood is going to the heart normally when we are talking like this, sitting down like this. But when you exercise, depending upon the severity of the exercise, that can go up to 2 liters of blood. അതായത് 5000 ml നിന്ന് 2000 ml ഹൃദയത്തിലെ മാംസപേശികളിലേക്ക് നമുക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ ഓരോ ഓർഗൻസും വർക്ക് ചെയ്യുന്നതനുസരിച്ച് മറ്റേ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ചിട്ടാണ് പൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർഗന് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ബ്ലഡ് ഗോ ടു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മോർ ബ്ലഡ് ഗോസ് ടു ദ ഹാർട്ട്. അപ്പോൾ ഈ ഹാർട്ടിന് ഭയങ്കര തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ഉള്ള ഒരാൾ എക്സസൈസ് ചെയ്യുമ്പം ഈ 2 liters പോലും പോരാ, അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് വിൽ സഫർ ഫ്രം ലാക്ക് ഓഫ് ബ്ലഡ്. And suddenly they will develop some issues, they may collapse and could not be revived. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. സ്ട്രക്ചറൽ ഹാർട്ട് അബ്നോർമാലിറ്റി എന്ന് പറയും.
വാൽവിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അത് ബ്ലോക്കുള്ളവരായിരിക്കണം എന്നില്ല, ഹൃദ്രോഗമുള്ളവരായിരിക്കണം എന്നില്ല, അവരുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ സഡൻ ഡെത്ത് ആകുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ദേ വുഡ് ഹാവ് ഹാഡ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി നമ്മൾ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യരുത്. സപ്പോസ് ഇഫ് സംബഡി ഈസ് ഗോയിങ് ടു ഗോ ടു ദ ജിം ഫോർ ദ ഫസ്റ്റ് ടൈം, ദേ ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് വിത്ത് എ ഡോക്ടർ ദാറ്റ് ദേ ഹാവ് നോ റിസ്ക് ഫാക്ടേഴ്സ് ടു ഡെവലപ്പ് ഹാർട്ട് ഡിസീസ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ചെക്കപ്പ് നടത്തി മേക്ക് ഷുവർ ദാറ്റ് ഹാർട്ട് ഈസ് സ്ട്രോങ് ഇനഫ്. പിന്നെ ചിലരൊക്കെ നമ്മൾ ജിമ്മിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ഒത്തിരി ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു അഡിക്റ്റീവായിട്ട് പോകുന്നു. അവർ ചെന്നിട്ട് ദേ ഡു ബിയോണ്ട് വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു. അപ്പോൾ ദേ ആർ സ്ട്രെയിനിങ് ദംസെൽസ്, സ്ട്രെസ്സിങ്. ഇതിൻ്റെ കൂടുതൽ ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഒരു 40 ഇയേഴ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊറോണറി ആർട്ടറി ഡിസീസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ സഡൻ ഡെത്ത്. അപ്പോൾ ഇതുപോലത്തുള്ള പിന്നെ സ്പോർട്സ് പീപ്പിൾ, എന്തോരം ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഇതെല്ലാം ഹാർട്ട് മസിൽസിലുണ്ടാകുന്ന അല്ലെങ്കിൽ രക്തധമനികളിലുണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് അൺഡിറ്റക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആൻഡ് ഓൾസോ ജിം ഷുഡ് ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ടു ടാക്കിൾ സച്ച് പ്രോബ്ലംസ് ഓൾസോ. ഡിഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ എല്ലാ ജിമ്മിലും ഉണ്ടായിരിക്കണം. ദ ട്രെയിനേഴ്സ് ഷുഡ് ബി ട്രെയിൻ ഫോർ ഡൂയിങ് CPR. അതുപോലത്തുള്ള കാര്യങ്ങളും നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ പ്രീകോഷൻസ്, ഇഫ് സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, ദർ ഇസ് എ ഗുഡ് പൊട്ടൻഷ്യൽ ദാറ്റ് വി ക്യാൻ സേവ് ദിസ് യങ് പീപ്പിൾ ഇഫ് പീപ്പിൾ അറ്റൻഡിങ് ടു ദം ആർ ട്രെയിൻ ടു ഡു ദാറ്റ്. ഈ സ്പോർട്സ് പേഴ്സൺസിന് കുറവാണ് കണ്ടീഷൻ കേട്ടോ. അത് ഡേഞ്ചറസ് ആണോ? എസ്പെഷ്യലി യങ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്. അപ്പോൾ അവരത് സ്ക്രീൻ ചെയ്തിട്ടാണോ കളിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആർ എക്സ്പോസ്ഡ് ടു മെഡിക്കൽ ചെക്കപ്പ് ഓൺ എ റുട്ടീൻ ബേസിസ് ബൈ ദ പീപ്പിൾ ഹു ഹയർ ദം ഡെഫിനറ്റ്ലി. പക്ഷേ ഈ ഹാർട്ടിൻ്റെ റേറ്റ് കുറയാനുള്ള നമ്മൾ ശ്രമിക്കേണ്ട ഹാർട്ട് റേറ്റ് കുറയ്ക്കാനാണ്. And the lesser the heartbeat, the longer we live. അപ്പം നമുക്ക് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് why we do exercise? ആ എക്സസൈസ് ഈസ് ടു മോഡുലേറ്റ് അവർ ബോഡി ടു കൺസ്യൂം ലെസ് എനർജി ഫോർ മോർ വർക്ക്. അതാണ് എൻ്റെ ഈ എക്സസൈസിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് നമ്മളിപ്പം ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം ഓടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹാർട്ട് റേറ്റ് 200 വരെ കൂടും, വിച്ച് ഈസ് അൺഹെൽത്തി. So you are taxing the heart to beat 200 times a minute, which can produce problem with the heart. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ടുഡേ ഐ സ്റ്റാർട്ട് വാക്കിംഗ്, ഐ വാക്ക് ഫോർ 1 year. ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഹാർട്ടിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യാണ് ടു ഗീവ് യു വാട്ട് യു വോണ്ട് വിത്ത് ലെസ് എഫേർട്ട്. അതാണ് ഈ സ്പോർട്സ്മാൻ വരുന്നത്. അപ്പോൾ സ്പോർട്സ്മാൻ 100 meters ഓടുന്ന ഒരു സ്പ്രിൻ്ററിന് അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഈസ് ട്രെയിൻ ടു മേക്ക് ഹിം റൺ 100 meters വിത്ത് എ ഹാർട്ട് റേറ്റ് ഓഫ് മേ ബി 100-120. While if we do that, our heart rate may go up to 200, which is extra demand on the heart. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് അവർ സെൽഫ് ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിൽ ബി somewhere around 50-55 or even 45, which is physiological. അസുഖം കൊണ്ട് ഹാർട്ട് റേറ്റ് 50 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇഫ് ഇറ്റ്സ് എ സ്പോർട്സ്മാൻ ഓർ എ പേഴ്സൺ ഹു റെഗുലർലി എക്സസൈസ് ഹാവിങ് എ ലോവർ ഹാർട്ട് റേറ്റ് ഈസ് എ ഹെൽത്തി ഹാർട്ട് റേറ്റ്. സോ ദാറ്റ് അവർ ഓടുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് റേറ്റ് 50 എന്നുള്ളത് 70 ആകത്തുള്ളൂ. ബാക്കിയുള്ളവർ ഓടുമ്പോഴത്തേക്കും അവരുടെ ഹാർട്ട് റേറ്റ് 70 എന്നുള്ളത് 150 ആവും. സോ ദേ ആർ അൺഹെൽത്തി പീപ്പിൾ. അതുകൊണ്ട് അത് ഈ ഹാർട്ട് റേറ്റ് കുറയുന്നത് കൊണ്ട് ഫിസിയോളജിക്കലായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് ടു ദം. ഡോക്ടർ ഏജ് കഴിഞ്ഞാൽ ഡോക്ടർ ഹെർട്ട് ചെക്കപ്പ് എബോവ് 40 എവറി ഇയർ യു ഷുഡ് ഡു എ ഹെർട്ട് ചെക്കപ്പ്. അങ്ങനെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ജനറലി നമ്മൾ പറയാറുണ്ട്, പക്ഷേ വി ഡോണ്ട് ഇൻസിസ്റ്റ് ഓൺ ദം എക്സെപ്റ്റ് ഇഫ് ദേ ഹാഡ് ഫാമിലി ഹിസ്റ്ററി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി അഡ്വൈസ് ദം ടു ഗോ ഫോർ ഇറ്റ്. മീ ബീങ് എ സർജൻ, നോട്ട് മെനി പേഷ്യൻസ് കം ടു മീ asking me advice or anything. They come to me only when they are advised to do a bypass or a valve replacement. But cardiologists definitely get people, generally physicians get people, doctor, do I need a health checkup? ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഹെൽത്ത് ചെക്കപ്പ് എല്ലായിടത്തും ഇതുണ്ടല്ലോ. അപ്പോൾ ജനറലി ഇഫ് ദർ ഈസ് എനി ഡയബറ്റീസ് ഓർ എനി അതർ റിസ്ക് ഫാക്ടേഴ്സ് വിച്ച് വി മെൻഷൻഡ് earlier, or if there is a strong family history, 35 years and above ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ചെക്കപ്പ് നടത്തണം, എസ്പെഷ്യലി ഫോർ ദ ഹാർട്ട്, വിച്ച് ഇൻക്ലൂഡ്സ് എക്കോകാർഡിയോഗ്രാം ആൻഡ് ട്രെഡ്മിൽ ടെസ്റ്റ് ആൻഡ് ഓൾ ദ ബ്ലഡ് ടെസ്റ്റ് ലൈക്ക് തൈറോയിഡ് ആൻഡ് കൊളസ്ട്രോൾ. അത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യണം.
ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ റീനൽ ട്രാൻസ്പ്ലാന്റ് സർജൻ്റെ ഡെത്ത് ഉണ്ടല്ലോ, ഡെത്ത് ബൈ സൂയിസൈഡ്. അപ്പം ഡോക്ടേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഒരു സീരിയസ് ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് പേഴ്സണൽ ലൈഫ് ഭയങ്കര കുറവായിരിക്കും, സോഷ്യലൈസേഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഡോക്ടേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തും കൂടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ ഓരോ പ്രൊഫഷനിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സെക്ടറിനെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. ഒരിടയ്ക്ക് പോലീസുകാരായിരുന്നു കുറേ പേര് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അന്നേരം ആ പോലീസുകാർ പറയാം അവരുടെ സ്ട്രെസ് ഈസ് സോ മച്ച്. ഈ ജേർണലിസ്റ്റിനെ എനിക്ക് അറിഞ്ഞൂടാ ഹൗ സ്ട്രെസ്ഫുൾ യു ഗൈസ് ആർ. ഐ എം ഷുവർ ഈസ് എ റാറ്റ് റേസ്. എല്ലാ പത്രക്കാരും ഇപ്പോൾ ടി വിക്കാരാണെങ്കിൽ അവരുടെ ഓട്ടം കാണുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ടു ടേക്ക് ദ ഫസ്റ്റ് ക്ലിപ്പ് ഓർ ഫസ്റ്റ് ന്യൂസ് ഓർ എഴുതി. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വളരെ സ്ട്രെസ്ഫുള്ളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നമ്മൾക്ക് എല്ലാവർക്കും മെൻ്റൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് ആവശ്യകത ഈക്വലായിട്ടുണ്ട്, നോട്ട് ഓൺലി ഡോക്ടേഴ്സ്. പക്ഷേ വാട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് യു നോ എവറി ഡോക്ടർ ഓർ എവറി പ്രൊഫഷണൽ ഷുഡ് ഹാവ് സംതിങ് else to do, like a hobby or something to back up. And I feel that everybody should retire.